ഭീഷണിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CNG വന്നതോടുകൂടി പ്രദേശവാസികൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവരൊക്കെ സമ്മതമാണെന്നാണ് കള്ളപ്പത്രം ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്ത് കൊടുത്തത്. കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾക്ക് മാസ്ക് ഇട്ട് ധരിക്കാനുള്ള ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നത്. ആയഞ്ചേരി പഞ്ചായത്തിലെ തറോപ്പൊയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന CNG സിലിണ്ടർ കാലിബ്രേഷൻ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത്തരമൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് അനുചിതമാണെന്നും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും അടിയന്തരമായി പരിശോധന നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആയഞ്ചേരി പഞ്ചായത്തിലെ തറോപ്പൊയിൽ CNG ക്ലീനിങ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട പരാതി നിരന്തരമായിട്ട് നമ്മൾ സർക്കാരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരാതി നൽകിയിരുന്നു. പക്ഷെ നാളിതുവരെ ഒരു പരാതിക്ക് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രദേശവാസികൾ കൂടിയിട്ടൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇപ്പം സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തത്. പല സ്ഥാപനങ്ങളിലും നമ്മൾ പരാതി നൽകുമെങ്കിലും ആ പരാതിയിൽ കൃത്യമായൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം സാമൂഹിക സംഘടനകളൊക്കെ ചേർന്നാണ് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ഇതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് മാധ്യമങ്ങളിലൊന്നും കൃത്യമായി വാർത്തകളും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള പ്രദേശത്തിലുള്ള പലരും പരാതി കൊടുക്കുമെങ്കിലും ആ പരാതിയിലൊന്നും കൃത്യമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആവശ്യം ഇത് പ്രദേശത്ത് സ്മെല്ലാണ്. ഈ CNG വന്നതോടുകൂടി പ്രദേശവാസികൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ സ്മെല്ല്, അതോടൊപ്പം ഈ CNGൻ്റെ ഗ്യാസിൻ്റെ സ്മെല്ല്, ഇതെല്ലാമായിട്ടാണ് ഇപ്പം പ്രദേശവാസികൾ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ല. പഞ്ചായത്ത് ഇതുവരെ ലൈസൻസ് കൊടുത്തിട്ടില്ല. ലൈസൻസ് കൊടുത്തത് പിന്നെ വ്യവസായ വകുപ്പിൽ നിന്നാണ് അനുമതി കൊടുത്തത്. പൊല്യൂഷൻ ബോർഡിൻ്റെ അനുമതി അവർ വാങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ പരിസരവാസികൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് വ്യാജേനയാണ് അവരെന്ത് ചെയ്തത്, ലൈസൻസ് കരസ്ഥമാക്കിയത്. ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ബാക്കി വ്യവസായ വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം MLA ഇവർക്കൊക്കെ നമ്മൾ മുഖ്യമന്ത്രി ഒക്കെ കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തു. ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ഇപ്പം നിലവിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇപ്പം ഒരു ആഴ്ച തികഞ്ഞിട്ടുള്ളൂ. നമ്മൾ നിരന്തരമായിട്ട് ആക്ഷൻ കമ്മിറ്റി ഇപ്പം ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്, സർക്കാർ സംവിധാനങ്ങളിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഭീഷണിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എല്ലാ പാർട്ടികളും കൂടിയായിരുന്നു എന്ത് ചെയ്തത്, സർവകക്ഷി ഉണ്ടാക്കിയത്. എല്ലാ പാർട്ടിയും ആയഞ്ചേരിയുള്ള ആള് തന്നെ. സമരപരിപാടി പിന്നെ ഈ സർക്കാർ സംവിധാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിനൊരു മറുപടി ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ആക്ഷൻ കമ്മിറ്റി ഒന്നും കൂടി ഒരു കമ്മിറ്റി കൂടിയതിനു ശേഷം സമരപരിപാടികൾ ആസൂത്രണം ചെയ്യും. അല്ല, ആദ്യത്തെ പരാതികളിലൊന്നും മറുപടി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചപ്പം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ആ പരാതിയിൽ മറുപടി ഉണ്ടാവുമോ എന്ന് നോക്കും. എന്നതിന് ശേഷം ഇപ്പോൾ ഒരു 4 ദിവസത്തോളായി ആയഞ്ചേരി തറോപ്പൊയിൽ 8ാം വാർഡ് തൊട്ടടുത്ത് വയലാണ്. സ്കൂളുണ്ട്, പിന്നെ മദ്രസ ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ പോകുന്ന റോഡാണ് തൊട്ടടുത്ത്. ഈ CNG ക്ലീനിങ് സെൻറ്റർ, നമ്മുടെ ഓട്ടോറിക്ഷകളില്ലേ, ഓട്ടോറിക്ഷകളും വലിയ CNGൻ്റെ പിന്നെ ഇതുണ്ടല്ലോ സിലിണ്ടർ, അതൊക്കെ ക്ലീനിങ് ചെയ്യാം. 3 വർഷത്തിലൊരിക്കൽ ഇത് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. ഇത് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. ഇത് നിലവിലുള്ളത് ഒന്ന് പാലക്കാടാണ്, ഒന്ന് കോഴിക്കോടാണുള്ളത്. അപ്പോൾ അവിടെ ഇവരെ ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ രാമനാട്ട് വരെ പോയിട്ട് ഇത് സന്ദർശിച്ചിട്ട് പഞ്ചായത്തിൻ്റെ അന്നത്തെ സെക്രട്ടറിയും അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറൊക്കെ എന്ത് ചെയ്തതാണ് കൂടിയിട്ട് ഇതിവിടെ വരാൻ പാടില്ല എന്ന് അവരന്ന് കമ്പനിയോട് വരെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഈ സ്മെല്ല് പുറത്തു വരാണ്ടിരിക്കാൻ തുടരാനാവില്ലല്ലോ. ഒരു 30 മീറ്റർ അകലെ വീടുണ്ട്. അതോടൊപ്പം ഇവര് ഈ 30 പിന്നെ
അകലെ എന്തുണ്ട് വീടുണ്ട്. ആ വീട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവരൊക്കെ സമ്മതമാണെന്നാണ് കള്ളപ്പത്രം ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്ത് കൊടുത്തത്. കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾക്ക് മാസ്ക് ഇട്ട് ധരിക്കുവാനുള്ള ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നത്. കാരണം ഇപ്പൊ മാസ്ക് ഇല്ലാണ്ട് അതിൽ പോകാനാവൂല. ആ ഒരു തരത്തിലാണ് ഇത് മാറിയത്. കുട്ടികൾ സ്കൂള് തൊട്ടടുത്തുണ്ട്, ഹൈസ്കൂള്, പിന്നെ മദ്രസ ഉണ്ട് അതിന്റെ അടുത്ത്. ഇതൊക്കെ ചെറിയ കുട്ടികൾ പോകുന്ന വഴികളാണ്. സ്ഥാപന ഉടമ അതിന്റെ അടുത്തുള്ള ആൾ തന്നെയാണ്, ആ സ്ഥലത്തിന്റെ ഉടമ. അവരെ വീട് അതിന്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ്. ആഞ്ചേരി 8-ാം വാർഡ്.